രാജ്യത്ത് നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെയാണ് ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ പുനഃപരീക്ഷ പൂർത്തിയാകുന്ന ജൂൺ 22 വരെയാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. ചോദ്യപേപ്പർ ചോർച്ചാ തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്രത്തിന്റെ ഈ നടപടി. 2026 നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ചോദ്യപേപ്പർ ചോർന്നുവെന്ന വ്യാജ പ്രചരണങ്ങൾക്കും വലിയ സാമ്പത്തിക തട്ടിപ്പുകൾക്കും ടെലഗ്രാം ആപ്പ് വ്യാപകമായി ഉപയോഗിച്ചതാണ് താൽക്കാലിക നിയന്ത്രണത്തിലേക്ക് നയിച്ചത്. പേപ്പർ ലീക്കഡ് നീറ്റ്, നീറ്റ് 2026, പ്രൈവറ്റ് മാഫിയ, റീനീറ്റ് മാഫിയ എന്നീ ടെലഗ്രാം ചാനലുകൾ വഴിയാണ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ ലഭ്യമാണെന്ന് പരസ്യപ്പെടുത്തുകയും വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും തട്ടിപ്പുകാർ വൻതോതിൽ പണം ആവശ്യപ്പെടുകയും ചെയ്തത്. അഹമ്മദാബാദ് സൈബർ ക്രൈം ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ 8ഓളം ടെലഗ്രാം ചാനലുകൾ വഴി 1.5 കോടിയോളം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ തട്ടിപ്പു സംഘങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്നു. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കബളിപ്പിക്കാൻ ടെലഗ്രാമിലെ എഡിറ്റ് ഫീച്ചർ തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്തിരുന്നുവെന്നും കണ്ടെത്തിയിരിക്കുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് ഒരു സാധാരണ മെസ്സേജ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുകയും പരീക്ഷ കഴിഞ്ഞയുടൻ യഥാർത്ഥ ചോദ്യപേപ്പർ ഉൾപ്പെടുത്തി ആ പഴയ മെസ്സേജ് അവർ എഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് തട്ടിപ്പുകൾ തടയുന്നതിനായി ജൂൺ 22 വരെ ഇന്ത്യയിൽ ടെലഗ്രാം ആക്സസ് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താനും ജൂൺ 30 വരെ മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാനുള്ള ഫീച്ചർ പ്രവർത്തനരഹിതമാക്കാനും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്നും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പൂർണ്ണമായും തട്ടിപ്പാണെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട്.